തൃശൂരിലും പാലക്കാടേതുപോലെ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ കുന്നംകുളം ഭാഗത്താണ് ഭൂചലനം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി തിയോഫൻ ചേരുകയാണ്. തിയോഫൻ 8:15 ഭൂചലനം ഉണ്ടായെന്നും ഏകദേശം 4 സെക്കൻഡോളം ഈ ഭൂചലനം നീണ്ടുനിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിയ ഭൂചലനമായിരുന്നോ? രാവിലെ 8:15 കൂടിയാണ് ഈ ഭൂചലനം ഉണ്ടാകുന്നത്. പ്രധാനമായും കുന്നംകുളം ഗുരുവായൂർ പ്രദേശങ്ങളിലാണ് ഭൂചലനം ഉണ്ടായത്. വേലൂർ, മുണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതലായി ഭൂചലനം അനുഭവപ്പെട്ടത്. ദേശമംഗലം പ്രദേശത്തും ഭൂചലനം അനുഭവപ്പെട്ടു. രാവിലെ 8:15 ഉണ്ടായ ഭൂചലനത്തെ തുടർന്ന് പലയിടത്തും വീടുകളിൽ പാത്രങ്ങൾ താഴെ വീണു. ചില വീട്ടുപകരണങ്ങൾ നിരങ്ങി, മേശയ്ക്ക് മുകളിലിരുന്ന സാധനങ്ങൾ നിരങ്ങി ഇളകി താഴേക്ക് വീഴുന്ന സംഭവം ഉണ്ടായി. ചിലയിടത്ത് ആളുകൾ പരിഭ്രാന്തരായി വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു. 3 മുതൽ 4 സെക്കൻഡ് വരെ സമയത്തോളം ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിരുന്നു. കുന്നംകുളം, ഗുരുവായൂർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു, പലയിടങ്ങളിലായിട്ട് അനുഭവപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് ഭൂചലനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ജിയോളജി ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് പരിശോധനയ്ക്കായി ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അഞ്ജന. ശരി, തിയോഫനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടിന് സമാനമായി തൃശൂരിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്.